ഹായ് ഗൈസ്, എല്ലാവർക്കും അപ്പോൾ ഞങ്ങളിങ്ങനെ യാത്രക്കിടയിൽ കുറച്ച് ചെടികൾ കണ്ടു. അപ്പോൾ ചെടികൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി ആ വീഡിയോ ആണ് ഇന്ന് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. അല്ലേ, കണ്ടു നോക്കാം. കൂട്ടുകാർ, സ്പോട്ട് എന്ന് പറയുന്നത് നമ്മളെ വഴയില കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കരകുളത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇടത് സൈഡിലായിട്ട്, റോഡ് സൈഡിൽ തന്നെ ഇടത് ഭാഗത്തായിട്ട് കുറേ സ്ഥലമുണ്ട് കേട്ടോ. അതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പൂന്തോട്ടം അല്ലേ? അതെ, വളരെ മനോഹരമായ രീതിയിൽ ചെയ്തിരിക്കുന്ന സാധാരണ രീതിയിലുള്ള ചെടികളാണ് കേട്ടോ. ഒന്നും നമ്മളെ വരവ് ചെടികളൊന്നുമല്ല, നമ്മുടെ സാധാരണ രീതിയിൽ നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള കാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള ചെടികൾ, ചെമ്പരത്തി, നമ്മുടെ തെറ്റി, അങ്ങനെയൊക്കെയുള്ള കുറേ ചെടികൾ നിങ്ങൾ നോക്കിയേ. വെറും നമ്മുടെ സാധാരണ രീതിയിലുള്ള ഒരു ചുമന്ന ചെമ്പരത്തി എന്ത് ഭംഗിയെന്ന് വെച്ചാൽ അതൊരു കൂട്ടം കൂടി നിൽക്കുന്ന, അത് പൂത്ത് നിൽക്കുന്നതാണ് എന്ത് ഭംഗിയാണ്. ഇതിന് നമുക്ക് വളത്തിൻ്റെയോ അല്ലെങ്കിൽ വേറെ അങ്ങനെ വെള്ളം പോലും ആവശ്യമില്ലെങ്കിലും അത് നിന്ന് അങ്ങ് പൂത്തോളും. അത് അങ്ങനെ ഒരു വെറൈറ്റി അല്ലേ. നമ്മളെ പണ്ടത്തുള്ള രീതി തന്നെയാണ് നട്ടിരിക്കുന്നത്. വെട്ടി നിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ. കുറ്റിയായിട്ടാണല്ലോ നിർത്തുന്നത്. അടുത്ത് നോക്കിയേ, അടുത്ത കളർ സൂപ്പർ കളർ, എന്ത് ഭംഗി നോക്കിയേ. ഇത് നമ്മൾ നല്ല രീതിയിൽ വെണ്ടയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. വെണ്ടയൊക്കെ പൂത്തിരിക്കുകയാണ്. പിന്നെ അതുകൂടാതെ തന്നെ തെറ്റിയൊക്കെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ട്. നമ്മൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. രണ്ട് സൈഡ് നമ്മൾ ഈ സൈഡ് വാരം ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് നമ്മൾ കാണാൻ എന്ത് ഭംഗി. എന്ന് ഞാൻ വീട് കഴിഞ്ഞതിന് വീടിനും റോഡിനും ഇടയിലുള്ള പുറമ്പോക്ക് ഭൂമിയിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അതെന്ന് പറയുമ്പോഴത്തേക്ക് വേറെ വിഷയമുള്ളതല്ല, ഇത്രയും വേസ്റ്റായിട്ട് അത്രയും സ്ഥലം അവിടെ കിടക്കുന്നു. അത് ചെയ്യുന്ന എന്ത് ഭംഗിയെന്ന് വെച്ചാൽ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇതുപോലെ എല്ലാ സ്ഥലവും ചെയ്തിരുന്നത് എന്ത് ഭംഗിയാണ്. ഇതൊക്കെ ഒരു ആയുർവേദ മരുന്നും കൂടെയാണ് ഈ ചെടി. എന്തോ ഒരു പേര് പറയുക, എനിക്ക് കറക്റ്റ് പേര് കിട്ടുന്നില്ല. നോക്കി, നമ്മളിതാ ഈ കാണുന്ന ചെമ്പകമൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽപ്പുണ്ട്. നമ്മൾ സാധാരണ ഒരുപാട് സ്ഥലങ്ങളിലെന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ കാട് പിടിച്ച് വെള്ളവും കെട്ടി അല്ല ചെളിയായിട്ട് കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ അങ്ങനെയുള്ള ആൾക്കാർ അല്ലെ അങ്ങനെയുള്ള ഏരിയയിലുള്ള ആൾക്കാർക്കാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങൾ കാണിച്ചിരുന്നത്. നമുക്ക് ആ സ്ഥലം ഇങ്ങനെയും ഉപയോഗപ്പെടുത്താം എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഒരുപാട് ചിലവഴിക്കേണ്ടിയൊന്നും വരത്തില്ല, സമയമൊന്നും ചിലവഴിക്കേണ്ടി വരും. ഒരു കമ്പ് ഇവിടെ നിന്ന് കിട്ടുമ്പോൾ ഒന്ന് താത്തു വെച്ചാലും ചെമ്പരത്തിയൊക്കെ ആണെങ്കിൽ അതങ്ങനെയൊക്കെ. ഈ ചെമ്പരത്തിയൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് അതിന്റെ കൃഷിക്ക് തണലും കിട്ടും കേട്ടോ. അതെ, ഇതിനിടയ്ക്ക് വെച്ച് എന്തെങ്കിലും നമ്മൾ അങ്ങ് അത് പൂത്തൊക്കെ അങ്ങ് നല്ല അടിപൊളി നല്ല ഭംഗിയിൽ വരും. നമുക്ക് കിട്ടുന്ന ഓരോ ചെടികളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് നട്ടു വെച്ച് എന്ത് ഭംഗിയായിരിക്കും. ഇപ്പോഴത്തെ മോഡേൺ ചെടികളൊന്നും അല്ല കേട്ടോ. പണ്ട് നമ്മളെ നാടുകളിൽ കണ്ടുകൊണ്ടിരുന്ന ചെടികളാണ് കേട്ടോ. അത് കാണാൻ കഴിയാത്ത ചെടികളാണ് കേട്ടോ. നല്ല ഡിസൈൻ പുല്ലുകൾ വരെ ഉണ്ട്. പുല്ലുകൾ വരെ അവരത് ആ ഒരു കളയാതെ തന്നെ അവരത് ഇടയ്ക്കിടയ്ക്ക് അവിടെ വൃത്തിയാക്കുമ്പോൾ പോലും അതിനെ എടുത്ത് കളയാതെ നിർത്തുന്നുണ്ടെന്ന്. ആ പുല്ലിനും ഉണ്ട് ഒരു സൗന്ദര്യം. അപ്പം അതായത് ഇത് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു സാറിന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ അവര് വെട്ടി നിർത്തിക്കുന്നത് നല്ല ലെവലിൽ. ചെമ്പരത്തിയാണ്, നിങ്ങളതൊന്ന് ഓർക്കണം. ഇത് ചെമ്പരത്തിയാണ് ഈ വെട്ടി നിർത്തിയിരിക്കുന്നത്. ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. താളിയൊക്കെ തേക്കാനൊക്കെ വേണമല്ലോ. പക്ഷേ എന്താ നല്ല ഒരു നമുക്ക് പാചകം ചെയ്യാൻ രസം വെക്കാൻ ഉപയോഗിക്കാൻ ചെമ്പരത്തി പൂവ്, പിന്നെ തലയിലൊക്കെ തേക്കാം. ചെമ്പരത്തി പൂവ് അരച്ചേക്കാം, താളിയില അരച്ച് തലയിൽ തേക്കാം. അതുകൂടാതെ ഇലച്ചെടികൾ, നമ്മുടെ ഒരു ടൈപ്പ് ഇലച്ചെടികൾ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ സാധാരണ നമ്മൾ വയ്ക്കുന്ന ചെടികൾ തന്നെയാണ്. നോക്കി, ഇതൊക്കെ നല്ല അടിപൊളി. ഇത് അടുത്ത ഒരു ടൈപ്പ് ചെമ്പരത്തിയും. പിന്നെ അതുമില്ലാതെ ഇതിന് എന്താ, അരളി ഈ കളർ. ഇത് പല കളറുണ്ട്. ഇതിൽ ഈ കളർ, ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് കിട്ടുന്നില്ല. അത് ആരെങ്കിലും അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേരെ. ഞാൻ ഒരാളടുത്ത് ചോദിച്ച് മനസ്സിലാക്കി വെച്ചതാണ്. ഇത് പണ്ടത്തെ ചെടികളല്ലേ? അതെ, പണ്ടത്തെ ചെടികളാണ് ഇത്. പക്ഷെ അതിപ്പോ എല്ലാ കളറും ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി. ഇത് അരിപ്പൂ. ഇതിനകത്ത് നഖമൊക്കെ ഉണ്ട്. എന്റെ കയ്യിലൊക്കെ ഞാൻ ഒട്ടിച്ച് നമ്മളെല്ലാം എച്ചി കളിക്കാൻ വേണ്ടി. പണ്ട് കാട്ടിലൊക്കെ കിടക്കുന്ന ചെടിയായിരുന്നു. മരവും കൂടെയാണ്, നല്ല തണലാണ്. തണൽ മരവും കൂടെയാണ്. നമുക്ക് വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല ഈ പൂക്കളാണ് നമുക്ക് എന്തൊരു അത്ഭുതം തോന്നുന്നത്. ഒരു ഒരുപാടൊന്നും വേണ്ട, 2-3 പൂ നിൽക്കുമ്പോ തന്നെ അവിടെ അങ്ങ് നിറയെ ചെയ്യുന്നത്. നോക്കിയ ഇലച്ചെടി ഇതൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പൊ കാണുമ്പോ നമുക്ക് അത്ഭുതം തോന്നുന്നില്ല, എന്ത് ഭംഗിയാണെന്ന്. ഈ കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയുന്നില്ല എന്ന് പറയും കണക്കാണ് കേട്ടോ. നമ്മൾ കൊറേ ചെടി ഞാൻ ചേട്ടൻ പറഞ്ഞപ്പോ പറഞ്ഞു അതൊക്കെ കാടല്ലേ. ഈ കാണുന്നതെന്ന് പറയുമ്പോ നമ്മളെ മഞ്ഞൾ ടൈപ്പ് ഒരു ചെടിയുണ്ട്, അതിന്റെ അത് പൂത്ത് നിൽക്കുന്നതിൻ്റെ ആണ്. ഇതെന്ന് പറഞ്ഞാൽ അവര് നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന കറക്റ്റ് ഒരു പൂട്ടുണ്ട്. അവരുടെ വീട്ടിൽ നിന്നും പൈപ്പ് ലൈനൊക്കെ ഇട്ട് അവർ വെള്ളമൊക്കെ അടിച്ച്, അതുമല്ല ചെടിയിൽ ഇതിൽ അഴുക്ക് കയറാതിരിക്കാൻ വേണ്ടി ടാർപ്പ വരെ ഇട്ടിട്ട് ആ ടാർപ്പയിൽ വരെ അവർ വെള്ളമൊക്കെ ഒഴിച്ച് അത് അങ്ങനെ നിർത്തിക്കുന്നത്. അത്രയും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും.
ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഓരോ വീട്ടുകാരാണ് തോന്നുന്നത്. വീട്ടുകാരാണ് ചെയ്തിരിക്കുന്നത്. അവർ ഓരോ വീട്ടുകാരാണ് ചെയ്തിരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ല. അവർ വീട്ടിൽ നിന്നൊക്കെയാണ് എടുത്ത് ആ വെള്ളത്തിൻ്റെ ലൈനൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ അത് വീട്ടിൽ നിന്നാണ് ചെയ്തിരിക്കുന്നത്. അത് അവർ എന്നെ ആളിനെ നിർത്തിയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. നല്ല ഭംഗി. അവർക്കത് അങ്ങനെയാണ്. അവരുടെ വീട്ടിൻ്റെ മുമ്പ് വരുമ്പോഴത്തേക്ക് അത്രയും ഭംഗി കിട്ടണം ഒരു ബോധം അവർക്കുള്ളത് കൊണ്ട് അവരതങ്ങനെ ചെയ്യുന്നു. എന്താണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. വളരെ ഭംഗിയായിട്ടുള്ള ഒരു പൂന്തോട്ടം നിങ്ങളെ കാണിക്കുന്നതിന് നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഇത് നമ്മുടെ തിരുവനന്തപുരം തലസ്ഥാനത്താണെന്നുള്ളതും കൂടെ നിങ്ങൾ ഓർക്കുക. കൂട്ടുകാരെ, നമുക്കപ്പോൾ ഈ ഗാർഡൻ അകത്ത് കയറുന്നതിനൊരു പരിധിയുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ ആൾക്കാരെന്ന് ഞാൻ നമ്മുടെ പൊതുസ്ഥലമാണെങ്കിലും അല്ലെങ്കിൽ അതെ, ഇത് എന്താ പറഞ്ഞാൽ പുരയിടവുമല്ല, പക്ഷേ ഗവൺമെൻറ് വകയാണ്. പുറംപോക്കാറ്റ് കിടക്കുന്ന സ്ഥലമാണ്. പക്ഷെ അത് ഇത്രയും നല്ല മനോഹരമായിട്ട് അവർ ആ മുൻവശത്തുള്ള വീട്ടുകാർ തന്നെ അതിനെ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് അതിക്രമിച്ച് കയറുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അകത്തോട്ടൊന്നും കയറി എടുത്തില്ല. പക്ഷെ നമ്മൾ മാക്സിമം എടുക്കാൻ പറ്റുന്ന പൂക്കളുടെ വീഡിയോസ് എല്ലാം നമ്മൾ എടുത്ത് തന്നിട്ടുണ്ട്. നിങ്ങൾ കാട്ടുചെടികൾ നമ്മളിതുവരെ കാണാത്ത ടൈപ്പ് ചെടികൾ വരെ കാട്ടുചെടികൾ ഒരുപാട് ചെടികളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. എന്ത് മനോഹരമെന്ന് നോക്കി. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ പ്രസ് ചെയ്യണമെങ്കിൽ പുതിയ വീഡിയോയും കൂടെ കാണാൻ കഴിയുന്നതായിരിക്കും. ഇത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.